മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർക്കോ പോലീസ് സ്റ്റേഷനിലേക്ക് പോയതിന് ശേഷം എസ് ഐയെ കാണുകയാണ് കേട്ടോ. അതിനുശേഷം പോലീസുകാരൻ മാർക്കോയോട് പറയുന്നുണ്ട്, മാർക്കോ ഇവന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജാമ്യം കൊടുക്കാം എന്നിങ്ങനെ പറയും. വേണ്ട സാറേ, ഇവന് ജാമ്യം കൊടുക്കണ്ട. കാരണം ഇവന് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ആ മാനസയെയും കുച്ചിനെയും എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് അത് പറ്റില്ല, ഇവൻ അത് ചെയ്യും, അത് ഉറപ്പാണ് എന്നിങ്ങനെ പറയുമ്പോൾ എസ് ഐ പറയുന്നുണ്ട്, മാർക്കോ നീ ഞങ്ങൾക്ക് ഒരുപാട് കേസുകൾക്കും എല്ലാത്തിനും സഹായിച്ചിട്ടുണ്ട്, ശരിക്കും നീയാണ് ഈ കസേരയിൽ ഇരിക്കാൻ യോഗ്യത എന്നിങ്ങനെ പറയും. സാറേ അങ്ങനെയൊന്നുമില്ല, പക്ഷേ അവനെ ഇപ്പം ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആ മാനസികം കൊച്ചിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയണം കേട്ടോ. എന്നാൽ ശരി, അവനെ നമുക്ക് കോടതിയിൽ 11:30 ആകുമ്പോഴേക്കും കൊണ്ടുപോകാം എന്ന് പറയാണ്. പിന്നീട് മാർക്കോ മേഘനാഥനെ കാണാൻ വരികയാണ് കേട്ടോ. മേഘനാഥൻ അങ്ങനെ കാണുമ്പോൾ മേഘനാഥനകെ ദേഷ്യം കൊണ്ട് പറയാണ്, എടാ ഞാൻ എന്തായാലും പുറത്തിറങ്ങും, ഞാൻ പുറത്തിറത്തി കഴിഞ്ഞാൽ നിന്നെ വേണ്ട വിധേന ഞാൻ ചെയ്തോളാം, നിന്നെ ഒരിക്കൽ എൻ്റെ കയ്യിൽ കിട്ടിയതാണ്, പക്ഷെ ഞാൻ അന്ന് ശരിയാക്കിയില്ല എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ മാർക്കോ ചിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നീ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? നിനക്കേ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിൻ്റെ പേരിൽ ഞാനാണ് കേസ് കൊടുത്തത്. കാരണം നീ ഇന്നലെ മാനസയുടെ വീട്ടിൽ പോയല്ലോ, അത് കണ്ടതോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് മാനസ കേസ് കൊടുത്തിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ നീ ഇനി മേലിൽ സാഗറിനെയോ മഞ്ജുവിനെയോ ദ്രോഹിക്കാൻ നിന്നിട്ടുണ്ട് എങ്കിൽ നിനക്ക് ഇതല്ല, ഇതിൻ്റെ അപ്പുറം ഞാൻ തരും, അവരുടെ അതായി ജീവിച്ചോട്ടെ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മാർക്കോയോട് മേഘനാഥൻ വെല്ലുവിളിക്കുകയാണ് കേട്ടോ. പിന്നീട് മാർക്കോ കോടതി വളപ്പിലേക്ക് മേഘനാഥനെ കൊണ്ടുവരില്ല. അവിടേക്ക് പോകുമ്പോൾ സാഗറും മഞ്ജുവും കൂടി അവിടെ ഉണ്ടാകും കേട്ടോ. സാഗർ പറയും, എനിക്ക് ആകെ ഒരു പേടി പോലെ തോന്നുന്നുണ്ട്. എന്തിനാടാ പേടിക്കുന്നത്? ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നീ പേടിക്കുന്നത് ചോദിക്കും. എനിക്ക് പേടിയില്ല, എൻ്റെ ഭാര്യ സ്ട്രോങ് ആണ് എന്നിങ്ങനെ പറയും. അത് മതിയല്ലോ, പിന്നെന്താ, നിന്നെ ഇനി അവരാരും ഒന്നും ചെയ്യില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഞ്ജു ഇങ്ങനെ കൈകോർത്ത് പിടിച്ചിട്ട് നിൽക്കുകയാണ്. പിന്നീട് മേഘനാഥനെ കോടതിക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. കോടതിക്ക് കൊണ്ടുവന്നതിന് ശേഷം ജഡ്ജി ആ കോടതി കുറ്റപത്രം വായിക്കുകയാണ് കേട്ടോ. കുറ്റപത്രത്തിൽ മാനസിയെയും കുഞ്ഞിനെയും കൂടെ ജീവിച്ചിട്ട് നമ്മുടെ മഞ്ജുവിന് കല്യാണം കഴിച്ചതിന് ആ കുഞ്ഞിനെ നോക്കാതെ അതേപോലെ തന്നെ മാനസിയെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി, അങ്ങനെയൊക്കെയാണ് കുറ്റപത്രം വായിക്കുകയാണ്. അതിനുശേഷം മേഘനാഥനോട് ചോദിക്കുകയാണ്, ഇതെല്ലാം ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ മേഘനാഥൻ അത് ശരിയല്ല എന്ന് തീർപ്പ് കൽപ്പിക്കാനേ പറ്റില്ല. മേഘനാഥൻ ശരിയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പിന്നീട് മാനസയെ വിളിക്കുകയാണ്. മാനസയെ വിളിച്ചിട്ട് ചോദിക്കും. മാനസയെ വിളിച്ച് ചോദിക്കുമ്പോൾ മാനസ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ലിവിൻ ടുഗദറായി ജീവിക്കുകയായിരുന്നെന്നും എനിക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് മഞ്ജുവായിട്ട് ഞാൻ മുറപ്പെണ്ണുമായിട്ട് ഭയങ്കരമായിട്ട് സ്നേഹത്തിലാണെന്നും അതുകൊണ്ട് എന്നെയും കുഞ്ഞിനെയും നോക്കാമെന്ന വാഗ്ദാനത്തിലാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രശ്നത്തിനും വരാതെ എൻ്റെ മോനെ നോക്കും എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അതിനുശേഷം മഞ്ജുവിനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്ന് മാനസ കോടതിയിൽ പറയണം കേട്ടോ. അതുകൂടി കേൾക്കുമ്പോൾ മേഘനാഥൻ അങ്ങനെ മാനസയെ ഇപ്പം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ കൊല വിളിക്കും. അത്രയും കലിപ്പോട് കൂടിയിട്ട് മേഘനാഥൻ നിൽക്കുകയാണ്. അതേസമയം കോടതിയിൽ നിന്നൊരു വിധി വരികയാണ് കേട്ടോ. കാരണം മേഘനാഥൻ ഭാര്യ ഒഴിവാക്കി പോയി, അവർക്ക് ഡൈവേഴ്സ് വേണം, അത് അത്യാവശ്യമാണ്. അതിനുശേഷം മേഘനാഥൻ മാനസയെ രജിസ്റ്റർ വിവാഹം ചെയ്യണം. പിന്നീട് ആ കുഞ്ഞുമൊത്ത് മേഘനാഥൻ താമസിക്കണം. അതിനു മുമ്പ് മേഘനാഥൻ്റെ കംപ്ലീറ്റ് സ്വത്തും ആ കുഞ്ഞിൻ്റെ പേരിൽ എഴുതണം. അതിങ്ങനെ കേട്ടത് മേഘനാഥന് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം മേഘനാഥൻ മനസ്സിൽ കരുതിയിരിക്കുന്നത് എപ്പോഴായാലും മഞ്ജു തിരിച്ചു വരും, അതിനുശേഷം കണ്ണൻ്റെ ആ സ്വത്തുക്കളും കൊണ്ട് മഞ്ജുവിനെ സുഖപ്പെട്ട് സുഖമായി ജീവിക്കാമെന്നാണ്. ഇനി അതൊരിക്കലും നടക്കില്ലല്ലോ എന്ന് ആലോചിച്ചും ആകെ മൊത്തം തലകറങ്ങി വീണ പോലെ മേഘനാഥനാവുകയാണ്. മേഘനാഥൻ മാർക്കോയും സാഗറേയും രൂക്ഷമായി നോക്കുന്നുണ്ട് കേട്ടോ. അതേസമയം ദുർഗ കണ്ണനോട് ചാടി കയറിയിട്ട് വഴക്കുണ്ടാക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ എണീറ്റ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്തേനെ, നിങ്ങൾ പച്ചയോടെ ഞങ്ങളെ കൊന്നിട്ടുണ്ടാവുമല്ലോ എന്നിങ്ങനെ പറയാണ്. ഇവിടെ താമസിക്കാൻ സൗകര്യമുള്ളവർക്ക് താമസിച്ചാൽ മതി, ഇഷ്ടമില്ലാത്തവർക്ക് അവരവരുടെ വീട്ടിലേക്ക് പോകാം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ദുർഗ കരുണയുടെ കൈ പിടിക്കണം. കരുണയ്ക്കാകെ കലി വന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ. കലി വന്ന് നിൽക്കുമ്പോൾ കൈ തട്ടി മാറ്റിയാണ്. അതേപോലെ തന്നെ ഉണ്ണിയും രൂക്ഷമായി നോക്കുകയാണ് കേട്ടോ. പിന്നെ സാഗറിന് മഞ്ജുവും കൂടി നന്നായി താമസിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. കാരണം മേഘനാഥൻ്റെ സ്വഭാവം അറിയുമല്ലോ. മേഘനാഥന് മാനസി എന്ന ഒരു പെണ്ണും ഒരു കുട്ടിയുണ്ട്, അത് അറിയാതെയാണ് നിങ്ങളെല്ലാം കല്യാണം കഴിച്ചു കൊടുത്തത്. അതിനേക്കാളും എത്രയോ നല്ലതാണ് സാഗർ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കരുണ്ട മുഖത്ത് നോക്കിയിട്ട് കണ്ണങ്ങനെ പറയണം, നിനക്കൊരു അഹങ്കാരമുണ്ട്, കാരണം നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ കുഞ്ഞ് നല്ല രീതിയിൽ വളരുന്നുണ്ടെങ്കിൽ അവളുടെ അടുത്ത് നല്ല സ്വഭാവത്തിൽ നിൽക്കാൻ പറയും എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ഉണ്ണിക്കാകെ ദേഷ്യം വരികയാണ്. പിന്നെ എല്ലാ സ്വത്തുക്കളും ഞാൻ
മഹാലക്ഷ്മിയുടെ പേർക്ക് എഴുതി കൊടുക്കുകയാണ്. ഇനി എന്ത് കാര്യങ്ങൾ തീരുമാനിക്കണമെന്നുണ്ടെങ്കിലും മഹാലക്ഷ്മി തീരുമാനിക്കും, അല്ലാതെ എനിക്കൊരു തീരുമാനങ്ങളും ഇല്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവളോട് ചോദിക്കാമെന്ന് കണ്ണൻ രൂക്ഷമായി പറയും.